വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ന്യൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഉള്ളിയും തക്കാളിയും ക്യാരറ്റും പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വഴറ്റിയിട്ടാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതാക്കിയിട്ടാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ നമ്മൾ നൂഡിൽസ് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ തന്നെ മതിയാവും നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, മാഗി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്തോമിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്തോമി നൂഡിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറി വഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൂഡിൽസിക്ക് അതിലുള്ള മസാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓയിൽ നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഉള്ളി വഴറ്റിനേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായി കിട്ടണം. ഈ ബൗളൊന്ന് ചൂടായി കിട്ടണം. നമ്മളിവിടെ ഒരു നോൺ സ്റ്റിക്ക് ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാഗി നോക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവറോ വെളിച്ചെണ്ണയോ കോക്കനട്ട് ഓയിലോ പാം ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, കാരണം ടേസ്റ്റൊക്കെ ഒന്നുകൂടി ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയും മാത്രമേ ഇട്ട് കൊടുക്കാത്തതുള്ളൂ, ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ക്യാരറ്റും ഉള്ളിയൊക്കെ, കാരണം ഉള്ളിയുടെ അതേ വേവ് തന്നെ ക്യാരറ്റിനും ഉണ്ടാവും ചെറുതാക്കി അരിഞ്ഞാൽ പോലും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ഇതില്ല, ഞാനിവിടെ ജസ്റ്റ് വഴറ്റിനോ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. നൂഡിൽസ് നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റും കൂടും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. എഗ്സും അതേപോലെ ചിക്കനും എന്ത് വേണിച്ചാലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പച്ചക്കറികൾ എന്ത് വേണിച്ചാലും, ബീൻസ്, ക്യാബേജ്, അങ്ങനെ എന്ത് വേണിച്ചാലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. കാരണം പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ അവർ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഡിഷാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഇത്. മാഗി ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിച്ചു പോവും, അത്രക്കും ടേസ്റ്റിയാണ്. നമ്മളിങ്ങനെയൊക്കെ ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല പോലെ വഴറ്റി വന്നാൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയി കിട്ടും. എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ ഉള്ളിയുടെ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇപ്പോൾ ഇടാമെന്ന് കരുതി. അപ്പോൾ പച്ചമുളക് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ എരി കൂടുതലാവുമെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കാവുന്നതാണ്, ഓപ്ഷണലാണ്. പക്ഷേ അതൊന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് മാഗി നോക്കാം കേട്ടോ. മാഗി നോക്കണം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ചേർത്ത് എടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ വഴറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ മന്തിക്ക് ഇടാൻ പറ്റിയൊരു മസാല ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ മസാല. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മന്തിത്തെ ആ സ്പെഷ്യൽ മസാല, പിന്നെ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തിത്തെ സ്പെഷ്യൽ മസാലയുടെ റെസിപ്പി നമ്മൾ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കുരുമുളകും പച്ചമല്ലിയും ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ വറുത്ത് പൊടിച്ചൊരു മസാലയാണ്. ചില്ലി ഫ്ലേക്സ് കേട്ടോ, അതായത് വറ്റൽ മുളക്. അപ്പോൾ അതൊക്കെ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി
എഗ്ഗ് ചേർത്ത് കൊടുക്കണം, അതായത് മുട്ട. നമ്മളിവിടെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കുറച്ച് നേരം വെക്കാം കേട്ടോ, ഒരു മിനിറ്റ്. എന്നിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തതിന് ശേഷം നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ന്യൂഡിൽസാണ് കേട്ടോ ഞാൻ പിന്നെ പറയുന്നത്. നമ്മളെ വീട്ടിൽ ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ന്യൂഡിൽസ് ആണ് കേട്ടോ. ഇതപ്പോൾ നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ ഡിഷൊക്കെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാൻ കേട്ടോ കൺവീനിയൻസ്. കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും, കാരണം അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിലാണ് നമ്മൾ അധികം കുക്ക് ചെയ്യാറ്. ഇനി നമ്മൾ ഉണ്ടാക്കിയ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചീനച്ചട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റാണ്. അപ്പോൾ നമ്മളിത് ഉടച്ചിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഉടച്ചത്, നമ്മളത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെയും അത് വലിയ നൂഡിൽസ് ആയിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതായിരിക്കും ബൈ.